കരയാതമ്മേ. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതമ്മേ. പക്ഷെ അമ്മ അവരുടെ കാല് പിടിക്കാനൊന്നും പോകണ്ടായിരുന്നു. ആ സമയത്ത് അമ്മയൊന്നും ആലോചിച്ചില്ല മോളെ. നിന്നെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്നേ ഞാൻ ആലോചിച്ചുള്ളൂ. എടി, ഒരു പെണ്ണായി നീ എന്തിനാ അവരെ വീട് കയറിത്തെല്ലാം പോയത്? സാധാരണ ഇത്തരം കാര്യങ്ങൾ നീ എന്നല്ലേ ഉപദേശിക്കാറുള്ളത്? കേസും കൊടുത്ത് എനിക്കൊരു പുത്തിരിയല്ല. നിന്റെ കാര്യത്തിൽ അങ്ങനെയാണോ? തക്കതായിട്ടുള്ള എന്തോ കാര്യം ഇതിന്റെ പിന്നിലുണ്ട്, അത് ഉറപ്പാ. പറ മോളെ, പറ മോളെ. അതെന്താണെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഇനിയും മോഹനം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇനി മോഹൻ പ്രശ്നം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ ഗായത്രി ഇപ്പൊ സമ്മതിച്ച പോലെ അങ്ങ് ചെയ്താൽ മതി. സ്വസ്ഥത കിട്ടുമല്ലോ. അമ്മ എന്ത് സമ്മതിച്ചെന്ന് ഇവരിപ്പോ പറയുന്നേ? ഗായത്രിയുടെ അച്ഛൻ, അതായത് നിങ്ങളുടെയൊക്കെ മുത്തച്ഛൻ, പണ്ട് ഗായത്രിയുടെ പേരിൽ എവിടെയോ കുറച്ച് വസ്തു വാങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഗായത്രിക്ക് അറിയില്ലായിരുന്നു. ആ വസ്തു മോഹന്റെ പേർക്ക് എഴുതി കൊടുക്കാമെന്ന് സമ്മതിക്കാമെങ്കിൽ കേസ് പിൻവലിക്കാമെന്ന മോഹനും അവരും പറയുന്നത്. അവന്റെ ആ പെരട്ട തള്ളേ. അത് എഴുതി കൊടുക്കാമെന്ന് ഗായത്രി സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാ നിനക്കെതിരെയുള്ള കേസ് മോഹനം പിൻവലിച്ചത്. അതേത് വസ്തു അമ്മേ? എനിക്കറിയില്ല മോളെ.